Magic morning, magic morning. Magic morning. മാജിക് മോർണിംഗ് ഇന്ന് സാർ. ഇന്നിപ്പോ Magic morning, sir. മാജിക് മോർണിംഗ് ഇന്നിപ്പോ നമുക്ക് Magic morning. ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ആളില്ലാന്ന് തോന്നുന്നു. ആളുണ്ടോ? ഹഫ്- ഹഫ്നിസ് ഉണ്ടോ? ഇല്ലാലോ. ഹഫ്നിസ് ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല. അപ്പോൾ ഓക്കെ. ഇന്നിപ്പോ ഹോസ്റ്റിംഗ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ചെയ്യുവാണ്. ഇന്ന് ഈ വർഷത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരവസരം ഒരുക്കിയതിന് മാജിക് മോർണിംഗിൻ്റെ എല്ലാ ആൾക്കാർക്കും നന്ദി. 10-12 പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ. ഈ വർഷം മുതൽ നമുക്ക് പുതിയ കാര്യങ്ങളാണ്, പുതിയ രീതിയും മാജിക് മോർണിംഗിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ സ്വയം റൺ ചെയ്യുന്ന വിധത്തിലേക്ക് മാജിക് മോർണിംഗിന് ഒരു ഷിഫ്റ്റിംഗ് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഇത് മാജിക് മോർണിംഗ് അല്ല, ഈ ബി മാജിക് റൺ ചെയ്യുന്നതെല്ലാം നമ്മളുടെ തന്നെ ഒരു ചുമതലയായിട്ട് മാറിയിട്ട് നമ്മൾ തന്നെ അംഗങ്ങൾ ഓരോരുത്തരായിട്ട് അതിനെ റൺ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും മിക്കവാറും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഈ ക്ലാസ്സിൻ്റെ കാര്യം ഇന്നലെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അതിനായിട്ടൊരു പ്രിപ്പറേഷനൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ആ, എന്ത് ടോപ്പിക്ക് ഇടണം എന്ന് ചോദിച്ച സമയത്തും എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിങ്സ് ഫോർ ബെറ്റർ ലിവിങ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഏത് വിഷയം പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഉപയോഗമുള്ള കുറച്ച് ആ, ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന കുറച്ച് ആപ്പുകളെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കണം. ഞാൻ എൻ്റെ മൊബൈലിൽ ഉപയോഗിക്കുന്നതും മിക്കവാറും നമുക്ക് എല്ലാവർക്കും ഉപയോഗം വരുന്നതുമായിട്ടുള്ള കുറച്ച് ആപ്പുകൾ ഞാൻ നിങ്ങളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് പലർക്കും അറിയുന്ന ആപ്പ് തന്നെ ആയിരിക്കും. എന്നാൽ പോലും ചിലർക്ക് അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടും. അതല്ല അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്പുകളാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് ഈ കേൾക്കാമല്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കേൾക്കാം സർ. Welcome. ഓക്കെ. ഓക്കെ. ആദ്യം വരുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മൊബൈലിൽ ഇട്ടിട്ടുള്ളതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയണുണ്ടാവും. ഈ ആ, ഈ ഒരു നമ്മുടെ ഡോക്യുമെൻ്റ് ഒക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സർക്കാരിൻ്റെ തന്നെ ഒരു ആപ്പാണ് ഡിജി ലോക്കർ. എനിക്ക് തോന്നുന്നു ചിലരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും തോന്നുന്നു. അത് നമ്മുടെ ഈ സർക്കാർ രേഖകളായിട്ടുള്ള സംഗതികളൊക്കെയാണ്. നമ്മളതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സർക്കാർ രേഖകളായിട്ടുള്ള ഈ ലൈസൻസ്, ആധാർ, പാൻ കാർഡ്, പിന്നീട് നമ്മുടെ ഉം, ആ, ഈ SSLC സർട്ടിഫിക്കറ്റ് മുതലുള്ള അക്കാഡമിക് സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ എന്ന് വേണ്ട സർക്കാർ രേഖകളെല്ലാം അതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെയ്തു വെക്കാം. ഒരു ഡിജി ലോക്കറിൽ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ ഏത് സംസ്ഥാനമാണെന്ന് നോക്കും. ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്ത് ഏതാണ് നമ്മൾ കൊടുക്കുന്നത്. കേരളമാണ് കൊടുക്കുന്നതെങ്കിൽ കേരളത്തിന് ഉള്ളിൽ വരുന്ന എന്തൊക്കെ സർട്ടിഫിക്കറ്റ് എന്ന് അതിലിങ്ങനെ ലിസ്റ്റ് ചെയ്യും. അത് ഓരോന്നും നമുക്ക് ആഡ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് അല്ല, ആ ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട്, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും അതിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അതിൻ്റെ മെയിനായിട്ട് ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനുള്ളിൽ വെക്കാൻ പറ്റും. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ആ, അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് തോന്നും ഇങ്ങനെ ഈ ഒരു ആപ്പ് കൊണ്ടുള്ള പ്രയോജനമുണ്ട്. നമുക്ക് ഓൾറെഡി ഈ ഡോക്യുമെൻ്റ് എല്ലാം നമ്മളെ മൊബൈലിൽ ഇല്ലേന്ന് തോന്നും. മൊബൈലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ആപ്പിലേക്ക് ചേരുകയെന്ന് ചോദിക്കും. ആപ്പിലുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെൻ്റ് നമ്മൾ
സ്കാൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഈ ഡിജി ലോക്കറിൻ്റെ ലിങ്ക് കൊടുത്താൽ മതിയാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിജി ലോക്കറിൻ്റെ ലിങ്ക് ബാങ്കിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഡിജി ലോക്കർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഡിജി ലോക്കർ അവൈലബിൾ ആണെന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ ഡോക്യുമെൻ്റ് ഒന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അവർ ആക്സസ് ചെയ്യും. അപ്പം ആ രീതിയിൽ ഒരുപാട് ഉപയോഗമുള്ള, നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ നമുക്കിപ്പോൾ തിരിച്ചിപ്പോൾ RC ബുക്ക്, വണ്ടിയുടെയൊക്കെ RC ബുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് ചെക്കിങ്ങോ മറ്റോ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഈ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കണം എന്നില്ല. ഈ ഡിജി ലോക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അംഗീകൃതമാണ്, അത് കാണിച്ചാൽ മതിയാവും. അങ്ങനെ കുറേ അധികം യൂസുള്ള ഒരു ആപ്പാണ് ഈ ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ട്. അത് പലർക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗം വരുന്ന ഒരു സാധനമാണ്. അതാണ് ആദ്യത്തെ ഞാൻ പറയാൻ വന്ന എൻ്റെ മൊബൈലിലുള്ള ആപ്പുകളാണ്, ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. രണ്ടാമത് ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. സഞ്ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഇതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ആപ്പ്. അതായത് ആയുഷ് മന്ത്രാലയം അങ്ങനെ എന്തോ ഒരു ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊരു കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിലെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴി നമുക്ക് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടർമാരെ സൗജന്യമായിട്ട് നമുക്ക് ഡോക്ടർമാരെ കണ്ട് കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഉപയോഗം. നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിത് പലതവണ ഇതുവഴി ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കേരളമാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് എന്ത് അസുഖമാണെന്നല്ല, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറെയാണ് കാണിക്കുക. അതിങ്ങനെ കാർഡിയാക്കാണോ, ഗൈനക്കാണോ, ENT ആണോ, ഓർത്തോപീഡിക്സ് ആണോ, റൊമറ്റോളജി ആണോ, ഡെർമറ്റോളജി, അങ്ങനെ ഏത് മേഖലയിൽപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർ, സ്പെഷ്യലൈസിങ് ചെയ്ത ഡോക്ടറെയാണ് കാണിക്കേണ്ടത്, സൈക്കാട്രി ആണോ, അങ്ങനെ. ഇതിൽ ഇംഗ്ലീഷ് മെഡിസിനിലുള്ള ഡോക്ടർ മാത്രമല്ല, അലോപ്പതി ഡോക്ടർ കൂടാണ്ട് ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, പ്രകൃതി ചികിത്സയുണ്ട്, അങ്ങനെ കുറേ അധികം മേഖലയിൽപ്പെട്ട ഡോക്ടർമാർക്ക് നമുക്ക് ഓപ്ഷനുണ്ട്. അതിൽ നിന്ന് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ ഇത് 1-2 തവണ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓർത്തോപീഡിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓർത്തോപീഡിക്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓർത്തോപീഡിക്സിലെ മലയാളി ഡോക്ടറാണോ അതോ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഡോക്ടറാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കേരളത്തിന് പുറത്തുള്ളതാണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. മലയാളി ഡോക്ടറാണെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിലെ ക്യാമറ ഓണാവും. ക്യാമറ ഓണായി കഴിയുമ്പോൾ നമ്മൾ ഈ സാധാരണ സൂം മീറ്റിങ്ങിലൊക്കെ ഉള്ളതുപോലെ സ്ക്രീൻ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് ഡയൽ ചെയ്തിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറും അവരും കണക്റ്റ് ആവും. അങ്ങനെ കണക്റ്റ് ആയി കഴിയുമ്പോൾ ആ ഡോക്ടറുമായിട്ട് നമുക്ക് വീഡിയോ കോളിങ്ങിലൂടെ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ സഞ്ജീവനി കൂടെ ഒരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ നമ്മളെ പരിശോധിച്ചിട്ട് മരുന്നൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ തരുന്നുണ്ടാവില്ല. കാരണം ഈ ഓൺലൈനിൽ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് അവർ മരുന്നൊന്നും പ്രിസ്ക്രൈബ് ചെയ്യുമെന്ന് തോന്നില്ല. അവർ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ ഒരു അസുഖമായിട്ട് പോയിട്ടൊരു ഡോക്ടറെ കണ്ടു, നമ്മൾ അടുത്ത് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ അയച്ചു. ഈ സംഗതി നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ, ഈ മരുന്ന് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മരുന്നാണോ, ഇങ്ങനെയൊക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ. നമുക്കൊരു അസുഖമുണ്ട്, അത് ഏത് ഡോക്ടറെയാണ് ആദ്യം നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഗ്യാസ്ട്രിക് ആണോ അല്ലെങ്കിൽ ഹാർട്ട് കാർഡിയാക്ക് ആണോ, അങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ട് ഉള്ള സിംറ്റംസ് പറഞ്ഞിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാതെ ആകുമ്പോഴത്തേക്കും ഡോക്ടറെ കാണണോ അതോ ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉപയോഗം വരുന്നൊരു
ആപ്പാണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. ഞാനത് പലതവണ ഞാൻ പലതവണ ഡോക്ടറെ കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പലതവണ ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉപയോഗം വരുന്ന ഒരു സാധനമായിരിക്കും തോന്നുന്നു. അടുത്തത് വന്നിട്ട് ഉം, അടുത്തത് ഏഹ്, അടുത്തത് വാട്ടർ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് വാട്ടർ റിമൈൻഡർ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്പാണ്. വാട്ടർ റിമൈൻഡർ ആപ്പ് കുറേ അധികം ആപ്പുകൾ ഈ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകും കുടിക്കാനായിട്ട്. പലപ്പോഴും അത് അതുപോലെ തന്നെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരും. ചിലപ്പോൾ എൻ്റെ കാൽഭാഗമോ മറ്റൊക്കെ കുടിക്കുന്നുണ്ടാവുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓഫീസിൽ തിരക്കും മറ്റുമൊക്കെ ആയിട്ട് വെള്ളം കുടിക്കാൻ സമയം കിട്ടാത്തല്ല, സമയം കിട്ടിയാൽ പോലും ഞാനത് ഓർമ്മിക്കില്ല. ഇങ്ങനെ ബോട്ടിൽ വെള്ളം അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ 45 മിനിറ്റ് എത്രയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ഓരോ പീരീഡ് ഇൻ്റർവെല്ലിന് ഇടയ്ക്കും നമുക്ക് റിമൈൻഡർ വരും. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ശബ്ദമായിരിക്കും. എൻ്റെ ആപ്പിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ വെള്ളം തറയിൽ വീഴുന്ന പോലത്തെ ഒരു ശബ്ദമായിരിക്കും. നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു ശബ്ദമാണത്. അപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കുകയും ഒരു കവളെങ്കിൽ ഒരു കവള് വെള്ളമെങ്കിലും എടുത്ത് ജസ്റ്റ് കുടിക്കാൻ തയ്യാറാവും. അതാണ് അതിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ നോർമലി നമുക്ക് വൈകുന്നേരം വരെ ഇതിങ്ങനെ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രകാരം നമ്മൾ വെള്ളം കുടിക്കാൻ തയ്യാറാവും. ഈ മറന്നു പോകുന്ന ഒഴിവാവും. അല്ലെങ്കിൽ ഈ മനഃപൂർവ്വം നമ്മൾ കുടിക്കണം എന്ന് വിചാരിച്ചാൽ പോലും വിട്ടുപോകുന്ന സംഗതിയൊക്കെ ഈ ഒരു ആപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്കത് കുടിക്കാൻ തയ്യാറാവും. അത് പലർക്കും ഉപയോഗം വരും തോന്നുന്നു. എൻ്റെ കാര്യത്തിൽ അത് ഈ ആപ്പ് ഉപയോഗിക്കുന്ന കാരണം എനിക്കത് വളരെ ഉപയോഗം വന്നൊരു സാധനമാണ്. വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ആപ്പ് ഞാൻ ഒരു അലാമി എന്ന് പറഞ്ഞൊരു ആപ്പ് ശരിക്കും ആ ആപ്പ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ബി മാജിക്കിൽ ഉള്ളവർക്കൊന്നും ആ ആപ്പ് ഉപയോഗം വരും തോന്നുന്നില്ല. അതായത് അലാമി എന്ന ആപ്പിൻ്റെ പേര്. അത് ഒരു അലാറമാണ്. നമ്മൾ സാധാരണ മൊബൈലിലൊക്കെ ഉള്ളതുപോലെ ഒരു അലാറമാണ്. അലാറം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കാനൊക്കെ മൊബൈലിൽ ഉപയോഗിക്കുന്നത് പോലത്തെ ഒരു അലാറം. അത് ഇതിൻ്റെ ഈ അലാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മൊബൈലിലെ അലാറം നമുക്ക് എണീക്കുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ എടുത്തിട്ട് ആ അലാറം ഓഫ് ചെയ്യുന്നു. അതാണ് നമ്മൾ നോർമലി ചെയ്യുക. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റണുണ്ടാവില്ല ഈ അലാറം. ഈ ഒരു രീതിയിലും രാവിലെ ഉറങ്ങി എണീക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അത് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ വിമാജിക്കൊക്കെ വരുന്ന മുമ്പ് ഈ അലാറം കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രീതിയിലും രാവിലെ എണീക്കാൻ പറ്റാത്ത, ഇറസിസ്റ്റബിൾ, ഈ കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റാണ്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഇത് ഉപയോഗം. ഈ അലാറം നമ്മൾ സെറ്റ് ചെയ്തിട്ട് രാവിലെ ബെല്ലടിക്കുമ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈ അലാറത്തിന് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 3-4 കാര്യങ്ങളുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അതിലേതെങ്കിലും കാര്യം ഒരെണ്ണം ചെയ്താൽ മാത്രമേ ഈ അലാറം ഓഫ് ആവുകയുള്ളൂ. മാത്രമല്ല ഈ അലാറത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ കുറച്ച് ലൗഡായിട്ടുള്ള ശബ്ദമായിരിക്കും. ഈ 3-4 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അലാറം ഓഫ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അതിലൊരു ക്യാമറ വരും. ക്യാമറ ഓണാവും. ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ആ മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ 20 സിറ്റപ്പ് എടുക്കണം. 20 സിറ്റപ്പ് ആ മൊബൈലിൻ്റെ ക്യാമറയിൽ നിന്നുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ അലാറം നിൽക്കുന്നുണ്ടാവും. അതൊന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു കാൽക്കുലേഷൻ, ഒരു പ്രോബ്ലം തരും. അതിൽ കുറച്ച് ഫിഗേഴ്സ് ഇങ്ങനെ ഇൻറ്റു ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നീണ്ടൊരു നമ്പർ തരും. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ അലാറത്തിൻ്റെ ശബ്ദം നിൽക്കുള്ളൂ.
ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോർമൽ ഈ സിറ്റപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ 20 എണീറ്റ് അലാറം കേട്ടിട്ട് നമ്മൾ എണീറ്റ് 20 സിറ്റപ്പ് എടുത്ത് കഴിയുമ്പോൾ മാത്രമേ അലാറം നിൽക്കുള്ളൂ. അപ്പോൾ 20 സിറ്റപ്പ് എടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉറങ്ങുന്ന ഉറക്കം പോവും. പിന്നെ വീണ്ടും കിടന്നുറങ്ങാനുള്ളൊരു ടെൻഡൻസി താരതമ്യേന കുറവായിരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേഷൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. കാൽക്കുലേറ്റ് നമ്മൾ ഒരു പ്രോബ്ലം എടുത്ത് മൈൻഡ് എഫേർട്ട് ഇട്ട് അത് പ്രോബ്ലം സോൾവ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഉറക്കം പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതിൽ വീണ്ടും വേറെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഈ സിറ്റപ്പ് ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങാം. ഈ മൊബൈൽ അലാറം കേട്ടോണ്ട് തന്നെ നമുക്ക് ആ മൊബൈലും പിടിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ 20 സ്റ്റെപ്പുകൾ ഇറങ്ങി കയറി കഴിഞ്ഞാലും അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 20 സ്റ്റെപ്പുകൾ ഇപ്പോൾ വീട്ടിലും അപ്സ്റ്റെയറിലൊക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് 20 താഴെ വന്ന് 20 സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യുക സമയത്ത് ഇത് ഓഫ് ആവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഞാൻ ചെയ്തിരുന്നത് വെച്ചാൽ പിന്നെ നാലാമത്തെ ഒരു ഓപ്ഷൻ, അതായത് ഒരു ഫോട്ടോ ഒരു ഫോ ഒരു ഫോട്ടോ നമുക്ക് ഈ അലാർമിൽ സെറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ അലാറം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഫോട്ടോയാണോ എടുത്ത് അതിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഫോട്ടോയിൽ അടുത്ത് ആ ഫോട്ടോ ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ വീട്ടിൻ്റെ ഗേറ്റ് ലോക്ക് ചെയ്തേക്കുന്ന ഫോട്ടോ ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അലാറം കേൾക്കുന്ന സമയത്ത് നമ്മൾ എണീറ്റിട്ട് ആ ഗേറ്റിൽ പുറത്ത് ഗേറ്റിൽ നമ്മൾ എടുത്ത ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ വീണ്ടും ഒന്നും കൂടെ പോയി എടുക്കണം. ഒന്നും കൂടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഈ അലാറം നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എണീക്കുമ്പോൾ റൂമിൽ നിന്ന് എണീക്കും. റൂമിൽ നിന്ന് എണീറ്റ് പുറത്ത് വരും. വീട്ടിന് പുറത്തിറങ്ങും. വീട്ടിന് പുറത്തിറങ്ങി ഗേറ്റിൽ പോയി ഈ നേരത്തെ എടുത്ത ഫോട്ടോ അതിന് സിമിലറായിട്ട് ആ ഗേറ്റിൻ്റെ അവിടുത്തെ ലോക്കലിൻ്റെ ഫോട്ടോ വീണ്ടും പോയി എടുത്ത് കഴിയുമ്പോഴേ ഈ അലാറം നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട്ടിന് പുറത്തിറങ്ങി സ്വാഭാവികമായിട്ടും വീട്ടിൽ പുറത്തിറങ്ങിയിട്ട് പിന്നെ വീണ്ടും വീട്ടിൽ ഇറങ്ങാനുള്ള ടെൻഡൻസി കുറയും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതാണ് അലാം എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ കാര്യം. അതൊക്കെ എനിക്ക് തോന്നുന്നു ബി മാജിക്കിലുള്ളവർക്ക് ആ ഒരു ആപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഉറങ്ങി എണീക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. പിന്നീട് വരുന്നത് ഒരു മണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആപ്പാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നമ്മുടെ വീടിനും പുരയിടത്തിലും ഉള്ള മണ്ണിൻ്റെ ഈ pH വാല്യൂ, അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഈ നൈട്രജൻ ഫോസ്ഫറസിൻ്റെ ഒക്കെ അളവ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ലാർജ് സ്കെയിലിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ അവിടുത്തെ മണ്ണ് കൊണ്ടുപോയി സോയിൽ ചെക്കിങ്ങിൻ്റെ ഓഫീസുകളൊക്കെ പോയി ചെക്ക് ചെയ്ത് ഇട്ടിട്ടായിരിക്കും അതിനനുസരിച്ച് കൃഷി ചെയ്യുക. ഈ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ അവിടുത്തെ മണ്ണ് എന്ത് എന്ത് സ്വഭാവമുള്ളതാണെന്നോ അവിടെ ഏത് വളത്തിൻ്റെ കുറവാണുള്ളതെന്നൊക്കെ അറിയാനായിട്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ആപ്പാണത്. ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉപയോഗം വന്ന സാധനമല്ല, ഞാനത് ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ പുരയിടത്തിന് നടുക്ക് പോയിട്ട് എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടും. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വഴിയാണ്. സാറ്റലൈറ്റ് വഴി നമ്മുടെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രോപ്പർട്ടികളുടെ സ്വഭാവം നമ്മളെ ഡാറ്റ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ നിൽക്കുന്ന എവിടെയാണോ അതിൻ്റെ GPS ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്ഥലത്തുള്ള മണ്ണിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് തരിക. അത് ഇതുപോലെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗം ഉണ്ടാവും. പിന്നെ പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ റിമൈൻഡർ ആപ്പാണ്. ഓരോ കാര്യങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റിമൈൻഡർ ആപ്പാണ്. റിമൈൻഡർ ആപ്പ് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. റിമൈൻഡർ ആപ്പ് കുറേ അധികം റിമൈൻഡർ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ റിമൈൻഡർ ആപ്പ് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ അതിന് പകരം വാട്സപ്പിൽ തന്നെ നമുക്ക് റിമൈൻഡർ ആപ്പ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അതെങ്കിൽ അത് നമുക്ക് ഉപയോഗമുള്ള സംഗതിയാണ്. അതായത് ഉം, മറന്നു പോകാവുന്ന കാര്യങ്ങൾ ഇതിൽ നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ അത് റിമൈൻഡ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എനിക്ക് ബിസിനസ്സാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഈ എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓരോരോ ദിവസങ്ങളൊക്കെ വരുമല്ലോ, സ്പെഷ്യൽ ഡേയ്സ്. ഇപ്പോൾ ഗാന്ധി ജയന്തി അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഷ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം വരുന്നതിന് 2 ദിവസം മുമ്പ് ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സ് വരുന്നതിന് മുമ്പ് അതിൻ്റെ തലേ ദിവസം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിൻ്റെ റിമൈൻഡറിൽ ഞാനത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. വാട്സാപ്പിൽ നമുക്ക് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വാട്സാപ്പ് ഇപ്പം അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു റിംഗ് ഉണ്ട്, ഒരു വളയം, ഇങ്ങനെ പല മൾട്ടി കളറിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വളയം വാട്സപ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവരുടെയും വാട്സപ്പിൽ അത് കാണും. അത് ഇത് വാട്സപ്പിൻ്റെ മെറ്റ AI ഒരു ഫീച്ചർ ആണ് അത്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൈൻഡ് ചെയ്യും. എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴത്തേക്കും അതിൻ്റെ തലേ ദിവസം ഒന്ന് റിമൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനനുസരിച്ച് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്ററും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഗാന്ധി ജയന്തി October 2 October 1 ആകുമ്പോഴത്തേക്കും എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയക്കും. നാളെ October 2 ആണ്, ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വരും. അപ്പോൾ അത് നമുക്ക് ഇത് ഏത് കാര്യത്തിനും ഉപയോഗിക്കാം. ഏത് കാര്യത്തിനും നമ്മളൊരു ഫ്രണ്ട് നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന ഓർമ്മിപ്പിക്കുന്നത് പോലെ എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്ത് കിട്ടുന്ന ഒരു സംഗതിയാണ്. അത് വളരെ ഉപയോഗപ്പെടും. അത് തുടക്കത്തിൽ ഒരു പക്ഷേ ആദ്യം തുറക്കുമ്പോൾ നമുക്കത് ശീലമാവും. ഒന്ന് ശീലമാവുന്നവരെ അത് അത്ര കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ ശീലമായി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് എന്തിനും ഏതിനും നമ്മൾ ഓർമ്മിക്കാൻ നിൽക്കുന്നില്ല. എല്ലാം ഇവരെ ഇത്തരം ആപ്പുകൾ ഏൽപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. എളുപ്പമാണ്, സഹായിക്കുന്നതാണ്, നമ്മൾക്ക് പ്രയോജനമുള്ള സാധനമാണ്. പക്ഷെ നമ്മളായിട്ട് ഒരു എഫേർട്ടും ഇടാത്തൊരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റിമൈൻഡ് മീ അതുണ്ട്. പിന്നൊരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ അത്ര പോപ്പുലർ അല്ലെങ്കിലും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അവരൊക്കെ അവർ ചെയ്യുന്ന ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളും മറ്റുമൊക്കെ അവരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനം. അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പാണ്, ഒരു ഗെയിം പോലുള്ളൊരു സംഗതിയാണത്. അതിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോറസ്റ്റ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ആ ആപ്പിൽ കുറേയധികം മരങ്ങളുണ്ടാവും. അതിൽ നമ്മളൊരു മരം ചൂസ് ചെയ്യണം. ആ മരം ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എത്ര നേരമാണോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിക്കാൻ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് ഈ ആപ്പ് ഉപയോഗിച്ചതിന് ശേഷം ആപ്പിനെ അവിടെ സൈഡിൽ വെക്കുക. ഈ മൊബൈലിനെ അവിടെ സൈഡിൽ, ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൊബൈലിനെ സൈഡിലേക്ക് വെക്കുക. നമ്മൾ പഠിക്കാനിരിക്കുക.
ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇത് ഫോക്കസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ്. ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പാടില്ല. അതായത് വേറെ ആപ്പുകൾ യൂസ് ചെയ്യാൻ പാടില്ല, കോൾ ആൻസർ ചെയ്യാൻ പാടില്ല, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഈ 1 മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്യുമെങ്കിൽ ഈ 1 മണിക്കൂർ നമ്മൾ ഈ പഠിക്കുന്നതിൽ മാത്രം മുഴുകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അത് കഴിയുമ്പോൾ ഈ 1 മണിക്കൂർ നമ്മൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മളൊരു ആദ്യം പറഞ്ഞൊരു മരം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. ഈ മരം ചൂസ് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് നോക്കുമ്പോൾ ആ മരം ഒരു പ്രത്യേക അളവിൽ വളർച്ച പ്രാപിക്കും, വളർന്നിട്ടുണ്ടാവും. അപ്പോൾ വളർന്നിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ആ മരത്തിനെ നമ്മൾ എടുത്ത് പ്ലാന്റ് ചെയ്യും, ഒരിടത്ത് പ്ലാന്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കൂടാണ്ട് നമുക്ക് ഈ 1 മണിക്കൂർ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു റിവാർഡ് പോയിന്റും കിട്ടും. നമുക്ക് ആ പോയിന്റ് കൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കുന്ന സമയത്തും ഒക്കെ വീണ്ടും ആ പോയിന്റിനെ കൊണ്ട് നമുക്ക് വേറൊരു മരം മേടിക്കാൻ പറ്റും, വേറൊരു മരം അതിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും. മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൺസെപ്റ്റാണ്. ആ റിവാർഡ് പോയിന്റ് കൊണ്ട് നമ്മൾ പൈസ ചിലവാക്കിയിട്ട് മേടിക്കുന്നതല്ല. ആ നമുക്ക് കിട്ടിയ പോയിന്റ് ഉപയോഗിച്ച് വേറൊരു മരം മേടിക്കുന്നു. ഈ മരവും വെച്ചിട്ട് നമ്മളിതുപോലെ പഠിക്കാൻ ഫോക്കസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഈ ആപ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ആപ്പ് ഓൺ ചെയ്ത് എത്ര നേരം ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ മേടിച്ച മരം വീണ്ടും വളർച്ച പ്രാപിക്കുന്നു. ഇങ്ങനെ വളർച്ച പ്രാപിക്കുന്നതനുസരിച്ച് ഓരോരോ മരങ്ങൾ നമ്മൾ മേടിക്കുന്നു. നമ്മുടേതായിട്ടുള്ളൊരു ഒരു ഫോറസ്റ്റ് രൂപീകരിക്കണം. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതെന്താണെന്ന് പറഞ്ഞപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വയേഡായിട്ട് തോന്നും. അതായത് ഇതിൻ്റെ കാര്യം എന്തോ, നമുക്ക് മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ പോരെ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് ഇത് പിന്നീട് നമുക്ക് ഒരു ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു സംഗതി കിട്ടും. അതായത് നമ്മൾ ഈ പല ദിവസം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറേ അധികം മരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ടും നമ്മൾ സ്വയം ഒരു ഫോറസ്റ്റ് രൂപീകരിച്ചതായിട്ടൊക്കെ ഫീൽ തരുന്ന വിധത്തിലുള്ള ആപ്പാണ് ഇത്. ഇപ്പോൾ പറയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ചിലപ്പോൾ കിട്ടണം എന്നുണ്ടാവില്ല. ഇത് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇത് ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ല നല്ല പ്രൊഫൈലുള്ള ആൾക്കാർ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ പെയ്ഡായിട്ട് വരുന്ന ഒരു ആപ്പാണ്. ഇതിൽ വേറെയുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള വേറൊരാൾക്കും ഇത് ഷെയർ ചെയ്യാം. അങ്ങനെ വരുമ്പം നമ്മൾ രണ്ടുപേർ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അപ്പം കൂടുതൽ ഒരു 2 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഫോറസ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതും ആ മരങ്ങളുടെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്ന്. അത് മാത്രമല്ല, ഇതിൻ്റെ മെയിൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ഒന്നിനും മുതിരുന്നുണ്ടാവില്ല. അപ്പോൾ അത് കാരണം വേറെ കോൾ ആൻസർ ചെയ്യുന്നുണ്ടാവില്ല. അതിനിടയ്ക്ക് വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ആപ്പ് കൊണ്ടുള്ള ഒരു ഗുണമല്ല, മെയിൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നത് മണിഫൈ എന്ന് പറഞ്ഞ സാധനം. മണിഫൈ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഈ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വാലറ്റാണ്. അതും മണിഫൈ അല്ലാണ്ട് വേറെയും ഒരുപാട് എണ്ണം പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാൻ പറ്റും. മണിഫൈ ഈവൻ നമുക്ക് ഗൂഗിൾ പേയിലും ഇപ്പോൾ ഇമാതിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഗൂഗിൾ പേ വെച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ കുറച്ച് ആഡഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു മാസം നമ്മളെ കയ്യിൽ നമുക്ക് എക്സ്പെൻസ് എത്രയാണ് വരുന്നത്, ആ എക്സ്പെൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു 5000 രൂപയാണ് നമുക്ക് ഒരു മാസം എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമലി ചെയ്യണം, ഈ ആപ്പ് ഉണ്ടെന്നുള്ള ചെയ്യാന്ന് വെച്ചാൽ ഈ 5000 രൂപ മണിഫൈ എന്നുള്ള ആ വാലറ്റിലേക്ക് ഇടുക. ഒരു വാലറ്റാണ്. വാലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് പൈസ ട്രാൻസ്ഫർ എടുത്ത് ഈ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് പേയ്മെൻറ്റ്
പേയ്മെൻ്റ് എല്ലാം നമ്മൾ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം അതിനെ കാറ്റഗറൈസ് ചെയ്യും. പെട്രോൾ ആണോ, അല്ലെങ്കിൽ തുണി മേടിച്ചതാണോ, പാല് മേടിച്ചതാണോ, ഇതെല്ലാം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ മെൻഷൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാല് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാലെന്നുള്ളതിൽ കൊടുത്ത് ആക്കിയിട്ട് നമുക്ക് പേയ്മെൻറ്റ്. അപ്പോൾ ഇതിലെല്ലാം ആഡ് ചെയ്ത് തരുമ്പോൾ നമുക്ക് മാസാവസാനം ആ, ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പോലെ കിട്ടും. നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയി നമ്മളെ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. അതായത് നമുക്ക് ഒരു മാസം ഇത്ര രൂപ എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ പൈസ ചിലവായി, ഇത്ര രൂപ ആ, പെട്രോളിന് ഇത്ര ചിലവായിട്ടുണ്ടായിരുന്നു, ഈ വീട്ടു ചിലവും മറ്റ് ഗ്രോസറി എല്ലാം ഇത്ര ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട്, കഴിഞ്ഞ മാസത്തെ പർച്ചേസും ഈ മാസത്തെ പർച്ചേസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതിൽ കൂടുതൽ വന്നത് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ബേസാണ് കൂടുതലായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആം, ക- ഒരു ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് അത്. മണിഫൈ അല്ലാതെ വേറെ ഉണ്ടാവും, വേറെ ഒരുപാട് ആപ്പുകൾ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് ഈവൻ ഇതൊന്നും ഈ ആപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ഗൂഗിൾ പേയിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയിൽ നമുക്ക് ഓരോ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള സമയത്ത് എന്തിനുള്ളതാണ്, സ്നാക്സ് മേടിച്ചതാണോ, അല്ലെങ്കിൽ പെട്രോൾ അടിച്ചതാണോ, ഡ്രസ്സ് മേടിച്ചാണോ എന്നൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം മാസാവസാനം നമുക്ക് എക്സ്പെൻസ് ഏതൊക്കെയാണെന്നും അത് എവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റിൽ മന്ത്ലി ബഡ്ജറ്റിനെ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ബാലൻസ് സേവിങ്സ് കൂട്ടണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ഗൂഗിൾ പേയിലും ഉണ്ട്. ഈ മണിഫൈ എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റും. അത് ആ, ഒരു ഉപയോഗമുള്ള ആപ്പാണ്. ആവശ്യമുള്ളവർക്ക് അതും ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് ഉം, പിന്നീട് വന്നിട്ട് സീഖോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. സീഖോ അതൊരു ഹിന്ദി ആപ്പാണ്. പക്ഷേ ഹിന്ദി അറിയാവുന്നവർക്കാണെങ്കിൽ അത് ഉപയോഗമാണ്. അത് ഫ്രീ അല്ല, പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കേണ്ട ആപ്പാണ് അത്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ, അതായത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഗതികൾ കളുടെ ഷോർട്ട് വീഡിയോസ് ആണ്. അതായത് നമുക്ക് ഫൈനാൻസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, പിന്നീട് ബിസിനസ് ആശയങ്ങൾ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ ക്രമീകരിക്കാം, ഇങ്ങനെ കുറേ കുറേ നൂറുകണക്കിന് കാര്യങ്ങൾ അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഷോർട്ട് വീഡിയോസ് ആണ്. ഇപ്പം നമുക്കപ്പോൾ തോന്നും ഇതിൻ്റെയൊക്കെ തന്നെ യൂട്യൂബിൽ ഇതിനെയൊക്കെ ഇപ്പോൾ ലോകത്തുള്ള എന്തിനെക്കുറിച്ചുള്ള സംഗതി നോക്കിയാൽ നമുക്ക് യൂട്യൂബിൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂട്യൂബിലൊക്കെ ഉള്ള ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു റെഡി റെക്കണർ എന്നുള്ള നിലയ്ക്ക്, അതായത് യൂട്യൂബിൽ ഇപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള സംഗതി. പക്ഷേ അത് യൂട്യൂബിൽ അവതരിപ്പിക്കുന്ന ആൾ അവർക്ക് ആ വീഡിയോ ലോങ് വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആവശ്യമില്ലാത്തതും അതും ഇതുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ നീട്ടി വലിച്ച് 15 മിനിറ്റോളം എടുക്കുന്നത്. പക്ഷേ ഈ ആപ്പിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേണ്ട കണ്ടന്റ്, നമുക്ക് സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ടതില്ല. വേണ്ട കണ്ടന്റ് മാത്രം, ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് കുറേ അധികം ടോപ്പിക്ക് അതിലുണ്ടാവും, അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം, റിലവൻ്റ് ആയിട്ടുള്ള സംഗതി മാത്രം ഉപയോഗിച്ച് ഷോർട്ട് വീഡിയോ പോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കുറേ ആൾക്കാർക്ക് ഉപയോഗമാണ്. ഞാൻ മുമ്പ് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. ഇപ്പോൾ അതെൻ്റെ പെയ്ഡ് ആപ്പല്ല, അത് പെയ്ഡ് ആപ്പല്ല, ഞാൻ പെയ്ഡ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാനത് പെയ്ഡ് അല്ല, അത് കാരണം ഇപ്പം ഞാൻ ഉപയോഗിക്കില്ല. പക്ഷേ ആ, ഉ- ആവശ്യമുള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ല, കയറി നോക്കിക്കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറേ അധികം ആ, നമ്മുടെ ആവശ്യം എന്താണ്. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അതല്ല, നമ്മൾ സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ സെൽഫ് ഹെൽപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ അധികം ആ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ കിട്ടും. എല്ലാം ഷോർട്ട് വീഡിയോസ് ആണ്. ഓരോ അതിൻ്റെ വേർഡിങ്സും ഓരോ പറയുന്നതെല്ലാം റെലവൻ്റ് ആയിട്ടുള്ളതാണ്. അല്ലാതെ വെറുതെ വാരി വലിച്ചിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്ന സംഗതികളല്ല. അത് ആവശ്യമുള്ളവർക്ക് നോക്കാം. പിന്നെ
പിന്നെ ഒന്ന് കുക്കു എഫ് എം, ഞാൻ പേഴ്സണലി എല്ലാ ആൾക്കാരെയും സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് കുക്കു എഫ് എം. എനിക്ക് തോന്നുന്നു ചിലരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. കുക്കു എഫ് അതൊരു പെയ്ഡ് ആപ്പാണ്. പെയ്ഡ് ആപ്പാണെങ്കിൽ ഇപ്പോൾ ഒരിക്കലും നഷ്ടമില്ലാത്തൊരു സാധനമാണ്. കുക്കു എഫ് എന്ന് പറയുമ്പോൾ ഈ ആ, ഈ ബുക്സ് വായിക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ബുക്സ് വായിക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, ഒരു ആപ്പാണ്. എല്ലാ നൂറുകണക്കിന് ബുക്സുകൾ അതിലുണ്ട്. അത് നമ്മളെ വായിച്ച് കേൾപ്പിക്കും. ബുക്സുകൾ നമ്മൾ വായിക്കാൻ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ടൈം ഉള്ള സമയത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ബുക്ക് നമുക്ക് വായിച്ച് കേൾപ്പിക്കും. വേറൊരാൾ വായിച്ച് കേൾപ്പിക്കുന്ന രീതിയിൽ ആ റിത്തം, അതേ റിത്തത്തോട് കൂടിയിട്ടും നമുക്ക് ആ റിയലിസ്റ്റിക് ആയിട്ട് ആ ടോണും അതിൻ്റെ റിതം ഒക്കെ കൊടുത്തിട്ട് അത് വായിച്ച് നല്ല രീതിയിൽ വായിച്ച് കേൾപ്പിക്കും. അതിൻ്റെ വായിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബുക്കുകളെന്ന് പറഞ്ഞാൽ മലയാളമുണ്ട്, ഇംഗ്ലീഷും അവൈലബിൾ ആണ്. കുറേ അധികം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ബുക്സുകൾ അതിലുണ്ട്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും ഒ വി വിജയൻ്റെയൊക്കെ മുതലുള്ള ക്ലാസിക് ആയിട്ടുള്ള ബുക്കുകൾ മുതൽ ഈ അടുത്ത കാലത്തുള്ള എം ആർ മീര പോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉള്ള സാഹിത്യം ബേസ് ചെയ്തിട്ടുള്ള ബുക്കുകളുണ്ട്. പിന്നെ സെൽഫ് ഹെൽപ്പിംഗ് ആയിട്ടുള്ള ബുക്കുകളുണ്ടെങ്കിൽ അങ്ങനെ ത്രില്ലേഴ്സ് ഉണ്ട്, ഡിറ്റക്റ്റീവ്സ് ഉണ്ട്, ഹൊറേഴ്സ് ബുക്കുണ്ട്. പിന്നെ നമുക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്കുകൾ, പിന്നെ ഈ ട്രാവലോ, യാത്രാ വിവരണം, അങ്ങനെ ഏത് കാറ്റഗറിയിൽപ്പെട്ട ബുക്കാണോ അതെല്ലാം തന്നെ അതിലുണ്ട്. അതെല്ലാം നമുക്കിതുപോലെ വായിച്ചേക്കും. അപ്പോൾ 25 അധ്യായമുള്ള ബുക്കാണെങ്കിൽ ഓരോ അധ്യായം വെച്ച് നമുക്ക് വായിച്ച് കേൾക്കാൻ പറ്റും. അത് ഇപ്പോൾ ഒരു ഒരു ദിവസം 2 അധ്യായം വായിച്ച് കേട്ടു, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ പിന്നീട് എപ്പോഴെങ്കിലും ടൈം കിട്ടുന്ന സമയത്തൊക്കെ വീണ്ടും കേട്ടു തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉം, നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ മുമ്പ് വണ്ടിയിൽ പാട്ടിട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് ഇടുക. ഇതിൽ 15 മിനിറ്റിൻ്റെയൊക്കെ 20 മിനിറ്റ്, 15 മിനിറ്റ്, അരമണിക്കൂറൊക്കെ ഉള്ള ചെറിയ ബുക്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ദൂരയാത്രകളൊക്കെ വരുമ്പോൾ ഞാൻ ഇതിടാം. അപ്പോൾ ഒരു ഏഹ്, ഒരു ദിവസം 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഒരു ബുക്ക് വായിച്ച് തീർക്കാനൊക്കെ പറ്റും. വായിച്ച് തീർക്കാന്ന് വെച്ചാൽ ഇതുപോലെ കേട്ട് തീർക്കാൻ പറ്റും. വായിക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ അത് യൂസ്ഫുൾ ആവും. ഞാനത് പേഴ്സണലി അതൊരു ഫ്രീ ആപ്പല്ല. ഉം, 400 450 രൂപയോ 500 രൂപയ്ക്ക് ഉള്ളിലാവും 3 മാസത്തേക്ക്. 3 മാസത്തേക്ക് മിനിമം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസത്തേക്ക് ഏകദേശം 150 രൂപയോളം ഒരു മാസത്തേക്ക് ചിലവ് വരും. പക്ഷേ പണ്ടൊക്കെ നമ്മൾ, എത്ര പേർക്ക് അറിയാമെന്നുള്ള അറിഞ്ഞൂടാ, പണ്ട് ടി വിയിലും പണ്ട് ഈ ടെലിവിഷനൊക്കെ, ദൂരദർശനൊക്കെ ഉണ്ടായിരുന്ന സമയം, അതിന് മുമ്പ് റേഡിയോയിൽ ഇതുണ്ടായിരുന്നു. റേഡിയോയിൽ കണ്ടതും കേട്ടതും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാടകം ഒക്കെ ഉണ്ട്, റേഡിയോ നാടകം. പിന്നെ അതിൽ ഈ ഉം, എന്താണ് ഈ സിനിമയുടെ ശബ്ദരേഖയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാനായിട്ട് വളരെ ക്യൂരിയസ് ആയിട്ടൊക്കെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൽ ആ ഒരു നോവലാണെങ്കിൽ ആ നോവലിലെ ഓരോ കഥാപാത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതി, അതേ രീതിയിലും അതേ ടോണിലും ഒക്കെ സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടു പോകാൻ പറ്റുന്ന, ബോറടിക്കാത്ത ആപ്പാണ് കുക്കു. കുക്കു ആപ്പ് ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നതും ഉപയോഗി ആ, എല്ലാവർക്കും പരിചയമുള്ള ഒരു ആപ്പാണ്. ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിനിമം 3 മാസത്തേക്കേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 മാസത്തേക്ക് 500 രൂപീസോളം, 400 സംതിങ് റുപ്പീസ് അടയ്ക്കേണ്ടി വരും. പക്ഷെ നഷ്ടമില്ലാത്ത സാധനം. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണമെങ്കിലും കേൾക്കാൻ പറ്റും. അത്രയ്ക്കുള്ള ബുക്സുകൾ അതിലുണ്ട്. ഇൻഫർമേഷൻസ് ലോഡഡ് ആണ്, ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള സാധനം. പിന്നീട് ആ, പിന്നീട് വരുന്നത് ഗൂഗിൾ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. ഗൂഗിൾ ഫിറ്റ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര ദൂരം നടക്കുന്നു, എത്ര സ്റ്റെപ്സ് വെക്കുന്നു, എത്ര
കലോറി നമ്മൾ ബേൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇനി നടക്കാതെ ഐഡിയലായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ റിമൈൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മളെ നമ്മളെ മോഷൻ സെൻസ് ചെയ്തിട്ട് ഗൂഗിൾ തന്നെ ചെയ്യുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഗൂഗിൾ തന്നെ നടത്തുന്ന ഒരു ആപ്പാണ്. ഒരു ദിവസം നമ്മൾ എത്ര സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ടോ അത് എത്ര സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ അതിന് സെറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഒരു ദിവസം 10,000 സ്റ്റെപ്സ് വെക്കാനാണ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 10,000 വെക്കുക. അപ്പം അതിങ്ങനെ റിമൈൻ ഇടയ്ക്ക് ചെയ്യുന്നു. 10,000 ആണ് ഇന്ന് ഈ ദിവസം 10,000 സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എത്ര നേരമായി ഇത്രയും സ്റ്റെപ്പേ ആയിട്ടുള്ളൂ എന്നൊക്കെ അത് റിമൈൻഡ് ചെയ്യും. അപ്പം നമ്മൾ ഈ സ്റ്റേഷനറി സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചത് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് ഒരുപാട് വേറെയൊക്കെ ഒരുപാട്, അതായത് ഇപ്പോൾ ഞാൻ സ്റ്റാർ ഹെൽത്തിലെ ഇൻഷുറൻസ് ആണ് അല്ല സ്റ്റാർ അല്ല, സോറി, എൻ്റെത് കെയർ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസിൽ അടുത്ത പ്രാവശ്യം റിന്യൂ ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ ഫിറ്റ് ആപ്പ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം റിന്യൂ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഫിറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ എത്രയോ പെർ ഡേ എത്രയോ സ്റ്റെപ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടന്ന റിപ്പോർട്ട് ഈ ഗൂഗിൾ ഫിറ്റിൻ്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഇൻഷുറൻസ് റിന്യൂവലിന് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഈ ഗൂഗിൾ ഫിറ്റിൻ്റെ നടക്കുന്നതിൻ്റെ റിപ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിൽ ഒരുപാട് അത്രയ്ക്കും വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് അത്. നമ്മൾ ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് വേറൊരു മൊബൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ പോലും നമ്മളെ പഴയ പ്രീവിയസ് ഡേറ്റ എല്ലാം ഈ ഗൂഗിൾ ഫിറ്റിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും വേറൊരു മൊബൈലിൽ അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഡേറ്റയൊക്കെ സേഫാണ്. പിന്നെ ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ആപ്പാണ് അത്. പ്രത്യേകിച്ച് പൈസ ഒന്നും ചിലവാവില്ല. ഒരുപാട് ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ്. എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് ഡെയിലി ഒരു സെറ്റ് ചെയ്യണം. അതനുസരിച്ച് നമ്മൾക്ക് ഒരാൾ നമ്മളെ ഈ റിമൈൻഡ് ചെയ്യാനായിട്ട്, അതായത് നടക്കണമെന്നും നമ്മൾ ഐഡിയൽസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്നും ഒരാൾ റിമൈൻഡ് ചെയ്യുന്ന തരത്തിൽ ഈ ആപ്പ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിക്ക് അത് നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ്. എത്ര നിന്നു, എത്ര സമയം നമ്മൾ ഐഡിയലായിട്ട് നിന്നു, നടന്നത് എത്ര, അതിൽ തന്നെ സ്പീഡിൽ ഓടിയത് എത്ര എന്നൊക്കെ ഉള്ളതനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് പോയിന്റ് ഒക്കെ കിട്ടും. നല്ല ഉപയോഗമുള്ളൊരു സംഗതിയാണ്. പിന്നെ പിന്നെ ഞാനൊരു സിവി എന്ന് പറഞ്ഞൊരു ആപ്പ്, അത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ പബ്ലിക് സ്പീക്കിങ്, സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർക്ക് യൂസ് ഉള്ളൊരു സാധനമാണ്. മുമ്പ് അത് താല്പര്യമുള്ളവർക്ക് അതും പെയ്ഡാണ്. പക്ഷെ അതും ഭയങ്കര ഉപയോഗമുള്ള, ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു ആപ്പാണ് ഈ സിവി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അത്രയുമാണ്. ഇനിയും ഒരുപാട് ആപ്പുകളും മറ്റും ഇനിയായിട്ട് കുറേ പറയാനുണ്ടെങ്കിൽ പറയാനുണ്ടാവും. ഇപ്പം തന്നെ ഓൾറെഡി 6:30 ആയെന്ന് തോന്നുന്നു. ഇനി വേറൊരു ടൈം പറയുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ പറയണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കേട്ടിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ആപ്പ് പേഴ്സണലി ഉപയോഗം വരുമെന്ന് തോന്നിയ ഏതെങ്കിലും തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ആപ്പ് ആർക്കെങ്കിലും പേഴ്സണലി എനിക്ക് പ്രയോജനം വരാൻ സാധ്യതയുണ്ടെന്നുള്ള തോന്നൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? റിമൈൻഡർ ആപ്പ് ആ ഓക്കെ. ഈ സഞ്ജീവനി ഉപയോഗം വരുന്നു. മിക്കവാറും എല്ലാം ഉണ്ടാവും. ഡിജി ലോക്കർ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഡിജി ലോക്കർ ഇതിൽ ഒട്ടുമിക്ക ഉള്ളതെല്ലാം തന്നെ ഉപയോഗമുള്ളതാണ് സാർ. നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഉപയോഗിച്ച് നല്ല നോക്കി ആയിട്ടുള്ള കേൾക്കുമ്പോൾ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് അത്ര കേട്ടുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റെലവെന്റ് ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്നുണ്ടാവും. മണ്ണ് നല്ലൊരു ആപ്പ്. മണ്ണ് പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി, പിന്നെ അതിന്റെ ആവശ്യമില്ല. അതെ 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 അതെ. സാർ, ആ വെള്ളം കുടിക്കുന്നതിന്റെ ആ ആപ്പിന്റെ പേരെന്താന്ന് പറഞ്ഞേ? വാട്ടർ റിമൈൻഡർ ഒരുപാടെണ്ണം ഉണ്ട്. നമുക്ക് അതിൽ നോക്കിയെടുക്കാൻ പറ്റും. വാട്ടർ റിമൈൻഡർ എന്നുള്ള പേരിൽ തന്നെ 3-4 ആപ്പുകളുണ്ട്. എല്ലാത്തിനും ഇതൊക്കെ തന്നെയാണ് ബെനിഫിറ്റ്സ് കിട്ടുക. വാട്ടർ റിമൈൻഡർ എനിക്ക് ഉപയോഗം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കൊണ്ടുവന്ന വെള്ളം തിരിച്ച് അതുപോലെ കൊണ്ടുവരുന്ന ഒരു അതായിരുന്നു. പക്ഷേ ഇപ്പം അതിലൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഒരു വെള്ളം വീഴുന്നൊരു ശബ്ദമാണ്. നമ്മുടെ ദേഹത്തൂടെ വെള്ളം വീഴുന്ന ഒരു ശബ്ദം കേൾക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എടുത്ത് ഒരു കവിള് കുടിക്കും. അങ്ങനെ വൈകുന്നേരം വരെ ഓരോ അരമണിക്കൂറിലും കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി കുടിക്കും.
ഈ സഞ്ജീവനി സെക്കൻഡ് ഒപ്പീനിയനെ പറ്റില്ലല്ലേ സർ? അല്ല, നമുക്ക് ഡോക്ടർ ഇപ്പോൾ ചുമയാണ്, ചെറിയ ശ്വാസം മുട്ടലുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ സ്റ്റെത്തൊന്നും വെക്കാണ്ട് അവർക്ക് അങ്ങനെ തരാനുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ അവർ മരുന്നൊന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അവർ എണീറ്റ് നിൽക്കാൻ പറയും, എണീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തോ. അപ്പോൾ നേരത്തെ പോയ ഡോക്ടർ എങ്ങനെയൊക്കെയാണ് ഡയഗ്നോസ് ചെയ്തത്, കൈ ഇങ്ങനെ വെച്ച് നോക്കി, അങ്ങനെയൊക്കെ എന്താ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു റീവാലുവേഷൻ ചെയ്യും. ഇപ്പം മെയിനായിട്ട് ഈ നമ്മുടെ വീട്ടിൽ പിള്ളേർ സമയമായെന്ന് തോന്നുന്നു. വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളപ്പോൾ രാത്രിയൊക്കെ വയ്യാതാവാണ്. ഈ 24 hours ഉണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. മിക്കവാറും 24 hours ഉണ്ടാവാനാണ് സാധ്യത, ഓൺലൈൻ ആയതുകൊണ്ട്. ഞാൻ പകലാണ് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ആയുഷ്മാന്റെ കാർഡ് ഇത് കാർഡുമായിട്ട് ബന്ധമില്ല. പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫോൺ നമ്പർ മാത്രം കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇന്നിപ്പോ ഹോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമയം. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതിപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു രഞ്ജിത്ത് സാർ, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇൻഫർമേഷൻ തന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു രഞ്ജിത്ത് സാർ. രാത്രി നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. നല്ല അറിവുകളാണ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ എവരിബഡി. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു രഞ്ജിത്ത് സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മള് ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് ചുറ്റും ഇത്രയും നല്ല ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു സാർ, നല്ല യൂസ്ഫുൾ ആയിട്ട്. താങ്ക് യു രഞ്ജിത്ത് സാർ, നല്ലൊരു വിഷയമായിരുന്നു. മെസ്സേജ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ഓൾ. താങ്ക് യു വെരി മച്ച്.